SSLC എക്സാമിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നരേഷൻ എന്നുള്ളത്. അത് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ അതിന്റെ ഏത് പോയിന്റ് ഓഫ് വ്യൂ എഴുതണം എന്നുള്ളത് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ 3 രൂപം നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ഫസ്റ്റ് പേഴ്സൺ നരേഷനും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് പേഴ്സൺ, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ലിമിറ്റഡ്. ഈ ഒരു 3 നരേഷൻ ആണുള്ളത്. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ നരേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ എ ഡീറ്റെയിൽ നരേറ്റീവ് ഓഫ് ദ ഇവന്റ് ദാറ്റ് ഹാപ്പൻ ഇൻ ആക്ട് 1 ദ ഹണ്ട് ഓഫ് ശാകുന്തളം. ഇത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ എഴുതണം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് മെൻഷൻ ചെയ്യാത്തത് നമ്മൾ എഴുതേണ്ടത് ആക്ച്വലി തേർഡ് പേഴ്സൺ നരേഷൻ ആണ് വേണ്ടത്. അതായത് ഹി, ഷീ, ദേ എന്നൊക്കെയാണ് എഴുതേണ്ടത്. അതായത് ശാകുന്തളത്തിലെ ദുഷ്യന്തന് പറയുന്ന സമയത്ത് ഹി എന്ന് എഴുതണം അല്ലേ, അതിലെ പിന്നെ ഷീ എന്നൊക്കെ എഴുതാം, അവർ, അവൻ, അവൾ എന്നൊക്കെയാണ് എഴുതേണ്ടത് അല്ലേ. അതായത് ആ ക്യാരക്ടറെ പറ്റി നമുക്ക് അറിയാം അല്ലെ, അവരെ പറ്റി നമ്മൾ അറിയാണ്. അതായത് ഹി വെയിറ്റഡ് സൈലന്റ്ലി ഹൈഡിങ് ഹിസ് ഫിയർ എന്നൊക്കെ രൂപത്തിൽ എഴുതാൻ പറ്റും. ഇനി സപ്പോസ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനും അത് തന്നെയാണ്, പ്രിപ്പയർ ദ നരേറ്റീവ്. അതായത് നിങ്ങളുടെ ആനുവൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രേക്കിംഗ് ബാരിയർ സൈൽ ഫ്രൈ എന്നുള്ള ചാപ്റ്ററിന്റെ ഈ പറഞ്ഞ നരേറ്റീവ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, തേർഡ് പേഴ്സൺ നരേഷൻ തന്നെയാണ്. ആരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് SCRT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള കാര്യം വെച്ചാൽ ഷോർട്ട് നരേറ്റീവ് ഡിസ്ക്രൈബ് ദ ഇവന്റ് എ പീസ് ഓഫ് എ സ്ട്രിങ്ങിലുള്ളത് ആരുടെ പെർസ്പെക്റ്റീവിലാ, ഹോച്ച്കോമിന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങളോട് എഴുതാൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ ഫ്രണ്ടിന് പറഞ്ഞു, ഫ്രണ്ട് അവനോ പറഞ്ഞു, അല്ലെങ്കിൽ ആ കഥയിലുള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് എഴുതണം, ഹോച്ച്കോമിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണ് അല്ലെ. നരേറ്റർ ഈസ് ഇൻ ദ സ്റ്റോറി. നരേറ്റർ എന്താണ്, ആ കഥയിലുള്ള ആളല്ലേ, ഹോച്ച്കോം കഥയിലുള്ള ആളാണല്ലേ. ഐ വാക്ക്ഡ് ത്രൂ ദ ഡാർക്ക് ഹാൾവേ അല്ലേ, ഞാൻ ആ ഒരു ഡാർക്ക് ഹാൾവേയിലൂടെ നടന്നു അല്ലേ, ഞാൻ അല്ലെങ്കിൽ ആ പറഞ്ഞ മാർക്കറ്റിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ എടുത്തു, അപ്പോൾ ഇങ്ങനെ ആളെ കണ്ടു എന്നുള്ള ഐ വെച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വി എന്നൊക്കെ വെച്ചിട്ട് എഴുതാം. അതിൽ ഹി വരില്ല എന്നല്ല, നമ്മൾ മറ്റേ നമ്മുടെ വില്ലനെ പറ്റി പറയുന്ന സമയത്ത് ഹി, അവൻ അത് കണ്ടു, ഇത് കണ്ടു എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പൊതുവെ ഈ ഒരു 2 രൂപത്തിലാണ് വരാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് മെഗാ മാരത്തോൺ കൃത്യം 7 മണിക്ക് സെറ്റാക്കാൻ പോവാണ്. സോ മിസ് ചെയ്യരുത്, എല്ലാ ഫ്രണ്ട്സിലേക്കും അയച്ചു കൊടുക്കുക. സോ ലൈവ് മിസ് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. മോർണിംഗ് കുസറൊക്കെ ഉണ്ട്, നമുക്ക് അടിപൊളിയാക്കാം. ഇറ്റ്സ് മീ ജംഷാദ്, യു ക്യാൻ കോൾ മീ JD. ബൈ.